പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈ അടുത്ത കാലം വരെയുള്ള എൻ്റെ വിചാരം മുഴുവൻ ഈ പിതാക്കന്മാർ കള്ളം പറയത്തില്ല. അതുപോലെ തന്നെ ഈ അച്ഛൻ വരെ വൈദികരെന്ന് പറഞ്ഞാൽ വൈദികരെന്നല്ല ഞാൻ അവരെ ഉദ്ദേശിക്കുന്നത്, ദൈവികരെന്നാണ്. കാരണം ദൈവം കൂടെയുള്ളവന് കള്ളം പറയാൻ പറ്റുമോ? നുണയുടെ പിതാവുമായവൻ കൂടെ ഉണ്ടെങ്കിൽ നുണ പറയാൻ എളുപ്പമാണ്. ദൈവത്തിൻ്റെ കൂടെ ആണെങ്കിൽ കള്ളം പറയാനൊക്കത്തില്ല. അതിമനോഹരമായിട്ട് ഇന്നലെ ഒരു ചെറുപ്പക്കാരനായ വൈദികൻ, യുവ പുരോഹിതൻ, അത്ര യുവാവല്ല, കണ്ടാൽ നല്ല മിടുക്കനായിട്ടുള്ളൊരു പുരോഹിതൻ, ഇന്നലെ കുറേ കള്ളം പറഞ്ഞു വെച്ചു. ഈ കള്ളം പറയാനുള്ള കാരണം ഈ പിതാവ് അവിടെ ചെന്ന് പറഞ്ഞതായിരിക്കാം. എടാ, അവരെല്ലാം കൂടെ എന്നെ ഭീഷണിപ്പെടുത്തി, അവരങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, പേടിപ്പിക്കാൻ വന്നു, ഞാൻ അവരുടെ മുൻപിൽ പേടിക്കത്തില്ലെന്ന് പറഞ്ഞു, പക്ഷേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അത് കേട്ടപ്പോൾ അച്ഛൻ ആപ്പാടെ വിഷമമായി. എന്തൊരു പിതാവാടാ ഞങ്ങളുടെ പിതാവിനെ നിങ്ങൾ ആക്ഷേപിച്ചോ, നാണം കെടുത്തിയോ? എന്നിട്ട് ഇവിടെ പറയുന്നത് സഭയോട് ചേർന്ന് നിൽക്കുന്ന പുള്ളികളാണെന്നും പറഞ്ഞാണെന്നാണ് പറഞ്ഞത്. എൻ്റെ പൊന്ന് സഹോദര, അച്ഛൻ സഹോദര, എന്താ നിങ്ങളെയൊക്കെ പറയണ്ടേ? കള്ളം പറയാൻ ഇത്രയും പരിശുദ്ധ കുർബാന എല്ലാ ദിവസവും അർപ്പിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരാളല്ലേ ഇത്രയും കള്ളം പറയാവോ? ഞങ്ങളെപ്പറ്റി ഇത്രയും വലിയ കള്ളം പറയാവോ? ഞങ്ങൾ കൊള്ളക്കാരാ. സഭ പറഞ്ഞ കുർബാന വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പിഴയാ അല്ലേ? സത്യമാണ്, ഞങ്ങൾ ഈ കാര്യത്തിൽ പിഴയാട്ടോ. പണ്ട് ഏലിയ രാജാവിനെതിരെ സംസാരിച്ചപ്പോൾ മനുഷ്യൻ പറഞ്ഞു, അവൻ അഹങ്കാരിയെ കണ്ടില്ലേ രാജാവിനെതിരെ സംസാരിക്കുന്നു. രാജാവ് ദൈവത്തെ വിട്ടച്ചും പോയപ്പോഴാണ് ഉള്ള കാര്യം പറഞ്ഞത്. ഇതുപോലെയാണ് ഞങ്ങളും പറയുന്നത്. ഞങ്ങളെ വലിയ വിലയുള്ള മനുഷ്യരൊന്നും അല്ലെന്നാണ് നിങ്ങളുടെ വിചാരം. ഞങ്ങളുടെ ആത്മാവിന് വിലയുണ്ടെന്നുള്ള ബോധം ഞങ്ങൾക്കുണ്ട്. ആത്മാവിൻ്റെ വില ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ജീവിക്കുന്നത്. ഞങ്ങളെ രക്ഷിക്കാൻ വന്നവനെ ഞങ്ങളെ നശിപ്പിക്കാൻ ഒരുങ്ങിയാൽ ഞങ്ങളെന്തുകൊണ്ടാണ് എതിർത്തെന്നറിയാമോ? അതിൻ്റെ കാരണം പറഞ്ഞുതരാം. നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ ഒരുപാട് വല്ലാത്ത മദ്യപാനികളായ സഹോദരങ്ങളുണ്ടാകുമ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യും. അവരെ എവിടെയെങ്കിലും ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുവന്ന് ആക്കിയിട്ട് അവർക്ക് വേണ്ടുന്ന ഉപദേശം കൊടുക്കും, കൗൺസിലിംഗ് നടത്തും, അവർക്ക് നല്ല ആഹാരം കൊടുക്കും, ജീവിതം ഒന്ന് ക്രമപ്പെടുത്തി കൊടുത്തിട്ട് അവരെ മദ്യത്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്നിട്ട് അങ്ങനെ നല്ല ജീവിക്കുന്ന ഒത്തിരി മനുഷ്യരെ നമ്മുടെ ഇടയിലുണ്ട്. ചിലരൊക്കെ പിന്നെയും വീണ് പോയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം 3 നേരം കള്ള് കുടിക്കുന്നവരുത്തും കള്ളുകുടി നിർത്താനായിട്ട് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവന് കള്ള് കിട്ടാതെ വന്നപ്പോൾ ബഹളം വെച്ച് കഴിഞ്ഞ ഉടനെ ആ സ്ഥാപനത്തിലെ അധികാരി പറയുക, 3 നേരം കള്ള് കുടിക്കുന്നതല്ലേ, അപ്പോൾ ഒരു കാര്യം ചെയ്യുക, രാവിലെ ഒരു ഗ്ലാസ് പാൽ കുടിക്കുക, ഉച്ചയ്ക്കും വൈകുന്നേരവും കള്ള് കുടിച്ചോട്ടെ. അയ്യോ, അങ്ങനെ കുടിച്ചാൽ അങ്ങനെ ശരിയാകുന്നേ? അല്ല, അത് കുഴപ്പമില്ല. രാവിലെ പാൽ കുടിക്കുക, അതിനുശേഷം 2 ഗ്ലാസ് ഉച്ചയ്ക്കും വൈകുന്നേരവും കുടിക്കുന്നത് കള്ള് കുടിക്കാം. അങ്ങനെ എന്നിട്ട് ആ കള്ള് കുടി നമുക്ക് അങ്ങനെ പയ്യെ നിർത്താം. ഇതെവിടെ ചെന്ന് എത്തുമെന്നറിയാമോ? ഈ 2 നേരം കള്ള് കുടിക്കാൻ അനുവദിക്കുന്ന ആ പുള്ളിയുടെ കള്ളുകുടിയനായി മാറും. ഇതാണ് അവസ്ഥ. ഇന്നലെ സംസാരം എന്നാ? കള്ളുകുടി നിർത്താൻ വേണ്ടി പോകുന്നു. ഇതല്ലേ സത്യത്തിൽ ഞങ്ങളോട് പറഞ്ഞേക്കുന്നത്? ഒരു കുർബാന സഭയുടെ, ബാക്കിയെല്ലാം ഈ കള്ളു കുടിക്കുന്ന കണക്ക് ആയിക്കോട്ടെ, പാപം ചെയ്തോളാം. അത് ഞങ്ങൾ വലിയ സങ്കടത്തിലായിരിക്കുന്നൊരു കാര്യമാണത്. ഞങ്ങളുടെ 2 പിതാക്കന്മാർ തന്നെയാണ് ഞങ്ങളോട് പറയുന്നത്, നിങ്ങൾ പാപം ചെയ്തോളാം, ദൈവനിഷേധവും സഭാനിഷേധവും ചെയ്തോളാം, പാപം ചെയ്തോളാം എന്ന് പറഞ്ഞാൽ ഒരു കുർബാന നിങ്ങൾ കർത്താവിൻ്റെ കൂടെ നിന്നു, അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്കും വൈകുന്നേരവും നമുക്ക് പിശാചിൻ്റെ കൂടെ ജീവിക്കാം. അന്ധകാരത്തിൻ്റെ മക്കളെ, ഇതാർക്കൊക്കെ ചേരുമോ അതെല്ലാം ചേർത്ത് വെക്കാവുന്നതാണ്. ഈ അന്ധകാരത്തിൻ്റെ പരിപാടി അവസാനിപ്പിച്ചു. ഞങ്ങളേതായാലും ഇനിയും പരിശുദ്ധ കുർബാന കിട്ടാതാണ് മരിക്കുന്നതെങ്കിൽ പോലും ഞങ്ങൾ ഈ അനർത്ഥത്തിൻ്റെ ബലിയിൽ പോവുകയില്ല. ഈ അനുസരണക്കേടിൻ്റെ മക്കളുടെ കൂടെ കോംപ്രമൈസ് ചെയ്യില്ല. ഉപേക്ഷിക്കപ്പെട്ടാലും ആക്ഷേപിക്കപ്പെട്ടാലും അവഗണിക്കപ്പെട്ടാലും തള്ളിക്കളഞ്ഞാലും ഏത് സാഹചര്യത്തിൽ ഞങ്ങൾ പോയാലും കർത്താവിൻ്റെ കൂടെ അല്ലാത്തൊരു ജീവിതം ഞങ്ങൾക്കില്ല. ഈ പരിശുദ്ധ കുർബാനയെ കർത്താവ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. കൊണ്ട് എൻ്റെ വ്യക്തിപരമായ കാര്യം പറയാം. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്ന, ആക്ഷേപിക്കുന്ന, അത് ഞങ്ങൾ പറയുന്ന കുർബാന എന്ന് പറയുന്നൊരു കാര്യമില്ല, സഭ പറയുന്ന കുർബാന മാത്രമേ ഉള്ളൂ. ഇതിനു വേണ്ടി തന്നെയാണ് തട്ടിൽ പിതാവിനെ തിരഞ്ഞെടുത്ത് അദ്ദേഹം കല ഉടച്ച പോകുന്നത്. റോമിൽ വെച്ച് തന്നെ അധികാരസ്ഥാനമെല്ലാം ഏറ്റ ചവിടുന്ന് വരുമ്പോൾ പറയുന്നുണ്ട്, ഇത് പത്രക്കാരുണ്ടാക്കിയതല്ലേ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഉണ്ടാക്കിയത് ആരാന്ന് മനസ്സിലായോ? ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ?
അതുകൊണ്ട് എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഈ ചേച്ചിയമ്മയ്ക്കും ഈ കൊച്ചച്ഛനും എല്ലാവിധ നന്മകളും ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. ആൻ്റണി ടെസ്സി ആൻ്റണി എന്ന് പറയുന്ന ആ ചേച്ചി വളരെ നല്ല രീതിയിൽ അവിടെ അമ്മ കൂട്ടായ്മയൊക്കെ നയിക്കുന്നതാണ്. ഏതായാലും കുടുംബത്ത് അപ്പനെ ബഹുമാനിക്കണമെന്ന് മക്കളോട് പറയും ഈ ചേച്ചി എന്നാണ് എൻ്റെ വിചാരം. അതുപോലെ തന്നെ ഭർത്താവിനെ അനുസരിച്ച് ചേച്ചി ജീവിച്ചാൽ ഒത്തിരി നല്ലതാണ്. വാ തുറന്ന് ഈ ആവശ്യമില്ലാത്ത തോന്നിയവാസം പറയല്ലേ. ഒരാളുടെ വാ തുറന്ന് ഈ സമൂഹത്തെ മുഴുവൻ ചീത്ത പറയുമ്പം ഇത് കേട്ടിട്ട് ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല. കാരണം ഇതൊക്കെ നിങ്ങളിൽ നിന്ന് വരത്തുള്ളത് ഞങ്ങൾക്കറിയാം. പിന്നെ വടക്കുന്ന് തെക്കോട്ട് വന്ന് തെക്കരെ എല്ലാം ഒന്ന് ശുദ്ധീകരിക്കാൻ വന്നിരിക്കുന്നത് ഇത് ശുദ്ധീകരിക്കപ്പെട്ടല്ല. ഉണ്ടായിരുന്ന നന്മ കൂടെ കളഞ്ഞേച്ചാൽ ഇവിടുന്ന് ഇറങ്ങിപ്പോകാനൊരുങ്ങുന്നത്. അതുകൊണ്ട് എല്ലാവിധ നന്മകളും ചേച്ചിയമ്മയ്ക്കും കൊച്ചച്ഛൻ്റെ പേരെന്നാന്ന് എനിക്കറിയത്തില്ല. അത് അപ്പാനൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ, കാര്യങ്ങളറിയാമല്ലോ. അച്ഛന് നന്ദി, എല്ലാവിധ നന്മകളും നേരുന്നു. ഇനിയെങ്കിലും മാനസാന്തരപ്പെട്ട് ജീവിക്കാൻ ഒരുങ്ങുക. ആമേൻ. ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം. ആരെങ്കിലും ആ ചേച്ചിക്കും അച്ഛനും ഇതൊന്ന് അയച്ചു കൊടുക്കണേ. ദൈവം അനുഗ്രഹിക്കട്ടെ.